ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ക്യാബേജ് കൊണ്ടൊരു 4 മണി പലഹാരം, അത് നമുക്ക് 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന തരം ഒരു പലഹാരമാണ് ഉണ്ടാക്കണേ. അതിന് ഞാനൊരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടത് പ്രത്യേകിച്ച് കാശ്മീരി മുളക് പൊടി, അതൊരു 1/2 സ്പൂണ്, സാദാ മുളക് പൊടി 1 സ്പൂണ്, പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ അരിപ്പൊടി വേണം. അരിപ്പൊടി നമ്മളൊരു 4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഇത് നമ്മുടെ കടലമാവ്, അതൊരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് പാകത്തിനിട, പിന്നെ വെളുത്തുള്ളിയുടെ അല്ലൊരു 5 എടുത്തിട്ടുണ്ട്, ഒരു സബോള, പിന്നെ മല്ലിയില, കറിവേപ്പില, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ഓയിൽ. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഇനി ഞാൻ ക്യാബേജ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വരാം. അതുപോലെ സബോളയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞു വരാം. ഈ ക്യാബേജും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സബോള അതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ക്യാബേജ് ഒരു 1/2 കിലോനാണുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ക്യാബേജ് ഞാനൊരു ബൗളിലേക്ക് ഇടുന്നു. അതിങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ സബോള ഇടണം. സബോള നീളത്തിൽ തന്നെ അരിഞ്ഞത് കേട്ടോ. പിന്നെ ഇഞ്ചി ഒരു കഷ്ണം അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണമാണ്, അത് അരിഞ്ഞത് വെച്ചു. വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. കറിവേപ്പില നമുക്ക് ഇഷ്ടമുള്ള കുറേ ഇടാട്ടോ, ഇത് കുറച്ച് ഉണ്ടായുള്ളൂ, അത് തന്നെ അതിടുന്നത്. പിന്നെ മല്ലിയില. ഇനി നമുക്ക് പൊടികളാണ് ഇടേണ്ടത്. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ കേട്ടോ, 1/2 സ്പൂണാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി 1 സ്പൂണുണ്ട്. പിന്നെ ഈ കാശ്മീരി മുളക് പൊടി അതൊരു 1/2 സ്പൂണ്, നല്ല ഒരു കളർ കിട്ടും അത് ഇടുമ്പോൾ. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ്. ഇത് ഇനി നന്നായി ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ ഒഴിച്ച് നന്നായി ഒന്ന് തിരുമ്പി എടുക്കുക. ഇപ്പം ഞാനിത് കൂട്ടി ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിലിനി നമുക്ക് ഉപ്പ് പോരായുണ്ടോയെന്നൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് പോരായുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പിടുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടലമാവ്, അതൊരു 2 സ്പൂണാണ് കേട്ടോ. കടലമാവ് കഴിഞ്ഞാൽ അരിപ്പൊടി അതിനനുസരിച്ച് ഇരട്ടി 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കട്ടിയാക്കണം. കുറച്ച് വെള്ളം മതിയിട്ട്, അതും വെള്ളമൊന്നും വേണ്ട. ഒന്ന് ഒരു കട്ട അങ്ങനെ ഇതാവാനായിട്ട്, മിക്സ് ആവാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഈ കൂട്ട് ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം നേരം വെക്കണമെന്നൊന്നുമില്ല. അത് നമുക്ക് ചീഞ്ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചത് വറുത്ത് പോരാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് ഇടുന്നതിന് മുന്നേ എണ്ണ ഒന്ന് തീ കുറച്ചിട്ടോളൂ കേട്ടോ. എണ്ണ ചൂടായി നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഇതുകൾ ഒന്ന് അമർത്തിയിട്ട് ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് ബ്രൗൺ നിറമാവുന്ന വരെ മറച്ചും തിരിച്ചിട്ട് വേവിക്കണം കേട്ടോ. തീ കുറച്ചിട്ടിട്ട് വേവിക്കണം. നമ്മുടെ പക്കവട ശരിയായിട്ട് ക്യാബേജ് കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്
അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടോ. അപ്പോൾ ഒരു നല്ല സ്മെല്ലായിരിക്കും. വേറെ സ്വാദിനൊന്നും ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിട്ടും ചെയ്യും കേട്ടോ. ഇത് നമുക്ക് നൈസായിട്ട് ഇട്ട് പുറത്ത് പോലും ചെയ്യാം. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് 4 മണി പലഹാരമായിട്ട് കൊടുക്കാം. ഓക്കെ, എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.